ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ആടിൻ്റെ കുടൽ തോരൻ വയ്ക്കുന്നതാണ്. ചിലർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കുടൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ചെറിയ ഉള്ളിയും സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചേർക്കാൻ ആവശ്യമായ തേങ്ങയ്ക്കാൽ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി എണ്ണയിലൊന്ന് ശരിയായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കുടലും അതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയും സവാളയും കൂടി ഒന്ന് വഴറ്റുന്നതിന് വേണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴരണ്ട, ഒരുവിധം ചെറിയ ചുമന്ന കളറാകുമ്പോഴേക്കും നമുക്ക് അരപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ടു. തേങ്ങ മസാല ചേർത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ സമയത്ത് നമുക്ക് കുക്കറിൽ നമ്മൾ വെച്ചിരിക്കുന്ന കുടൽ വെന്തിട്ടുണ്ടാവും. അതിന് നമ്മൾ എടുത്ത് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചത് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനെ എണ്ണയ്ക്കകത്ത് ഇട്ട് നമ്മളിങ്ങനെ വറുത്ത് തോരനാക്കി എടുക്കണം. അപ്പോൾ കുറേ സമയം അതിനെ ഇങ്ങനെ നമ്മൾ തോരനാക്കിയിട്ട് അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായ കുരുമുളക്, ഉപ്പ്, കറിവേപ്പില ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ കുടൽ തോരൻ റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡി.